Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും അനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്കും വാട്സ്ആപ്പ് ചാനൽ ലിങ്കും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് എൻറോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീസെന്റ് ആയിട്ടുള്ള PSC സയൻസ് ബേസ്ഡ് എക്സാം അപ്ഡേറ്റ്സിനൊക്കെ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് എക്സാം ഡേറ്റ് എന്നാണ് എന്നുള്ള കാര്യത്തിലാണ്. എക്സാം വരുന്നത് 13-ാം തീയതിയാണ്. ജൂലൈ മാസം 13-നാണ് നമ്മുടെ എക്സാം ഉണ്ടായിരിക്കുക. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ റിസൾട്ട്സ് ഓരോ ജില്ലകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട് എന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സൗമ്യയ്ക്ക് വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ വേറെ ഓരോ ജില്ലകളും ഇനി വരാനുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്ക് അക്ഷയ് ബൈജു, ഫോർത്ത് റാങ്ക് ദിവ്യ, 8th റാങ്ക് ഫാത്തിമ, 6th റാങ്ക് പ്രപഞ്ച, 3rd റാങ്ക് ഉണ്ണികൃഷ്ണൻ, 5th റാങ്ക് സ്മൃതി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്കിൽ അഗെയിൻ അക്ഷയ്, 6th റാങ്കിൽ ഷിജിന, 3rd റാങ്കിൽ യശസ്. അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിലെ 3rd റാങ്കിൽ നിതിഷ, 4th റാങ്കിൽ ഉണ്ണികൃഷ്ണൻ, 9th റാങ്ക് ഇന്ദു PR. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ഇതുപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാണുമ്പോൾ ഒരുപാടധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ആതിരയ്ക്കും അൽഫിയയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ ഏറ്റവും പുതിയ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ MLT ടോപ്പിക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. MLT വരുന്നത് 50 മാർക്കിനാണ്. അതിൽ ആദ്യത്തെ മൊഡ്യൂള് 10 മാർക്കിനുള്ള ബേസിക് ലബോറട്ടറി ടെക്നിക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ 10 മാർക്കിനുള്ള ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ MLT ടോപ്പിക്കുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള ടോപ്പിക്സ് ആണ്. ഡിറ്റോ അത് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലഡ് ആൻഡ് ഫ്ലിബറ്റോമി ആണ് അടുത്ത 10 മാർക്കിന് ചോദിക്കുന്ന മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഹെമറ്റോളജി പഠിക്കാനുണ്ട്. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി ആണ്. 3 മാർക്കിനാണ് ആ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് മൊഡ്യൂൾ 3 ആണ്. 15 മാർക്കിന് വരുന്ന ഒരു മൊഡ്യൂളാണ്. ക്ലിനിക്കൽ പത്തോളജി, ബയോ കെമിസ്ട്രി ഒക്കെയാണ് ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ബയോ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ 10 മാർക്കിനാണ്. ക്ലിനിക്കൽ പത്തോളജി ആണെങ്കിൽ 5 മാർക്കിനാണ് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 4 നമുക്ക് വരുന്നത് മൈക്രോബയോളജി പോർഷൻസ് ആണ്. 12 മാർക്കിനാണ് കേട്ടോ ഈ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നീട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പാരാസിറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി, സൈറ്റോളജി പോർഷൻസ് ആണ്. പാരസിറ്റോളജി 2 മാർക്കിന്, ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി 5 മാർക്കിനാണ്. പിന്നീട് വരുന്നത് പാർട്ട് 2 ഫിസിക്സ് ആണ്. 15 മാർക്കിനാണ് ഫിസിക്സ് നമുക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് മുതൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സ് പോർഷൻസ് ആണ്. ഡിറ്റോ സെയിം സിലബസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 2 3 മാർക്കിനാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ് ആണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 3 ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ടോപ്പിക്. മൊഡ്യൂൾ 4 4 മാർക്കിന് ചോദിക്കാനായിട്ട് പോകുന്നത് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. അതേ സിലബസ് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത അതേ സിലബസ് ആണ് നമുക്കിവിടെ ഫിസിക്സിന് പഠിക്കാനായിട്ടുള്ളത്. പിന്നീട് വരുന്നത് കെമിസ്ട്രി പോർഷൻ ആണ്. കെമിസ്ട്രിയിൽ ഫിസിക്കൽ കെമിസ്ട്രി 4 മാർക്കിനാണ്. ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, ഈക്വിലിബ്രിയം, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നിവയൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 2 ഇൻഓർഗാനിക് കെമിസ്ട്രി. മൊഡ്യൂൾ 3 വരുന്നത് ഓർഗാനിക് കെമിസ്ട്രി ആണ്. 5 മാർക്കിനാണ് ഓരോ പോർഷനും ചോദിക്കാനായിട്ട് പോകുന്നത്. കെമിസ്ട്രി കഴിഞ്ഞ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് 4 ബോട്ടണി ആണ്. 7 മാർക്കിനാണ് ഈ ഒരു പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബേസിക് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ മുതൽ നമ്മുടെ +2 ബയോളജി ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. മൊഡ്യൂൾ 2 റീപ്രൊഡക്ഷൻ, മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ,
മൊഡ്യൂൾ 4 ബയോടെക്നോളജി, മൊഡ്യൂൾ 5 എക്കോളജി പോർഷൻസ്. അടുത്തത് നമുക്ക് വരുന്നത് സുവോളജി പോർഷൻ ആണ്. 7 മാർക്കിനാണ് സുവോളജി പോർഷൻസ് വരുന്നത്. ഹ്യൂമൻ ഫിസിയോളജി വരുന്നുണ്ട്, അതുപോലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. മൊഡ്യൂൾ 2 ജനറ്റിക്സ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. സുവോളജിയിൽ പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ മൊഡ്യൂൾ 3 ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അതുപോലെ അനിമൽ കിങ്ഡം. അപ്പൊ ഈ ഒരു പോർഷൻ ഒക്കെ നമ്മുടെ ബാച്ചുകളിൽ, മുൻപത്തെ ബാച്ചുകളിലൊക്കെ ഓൾറെഡി കൊടുത്ത് അവർ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പലരും ചോദിച്ചിരുന്നു മാത്സ് ഉണ്ടാവോ എന്നുള്ള കാര്യം. മാത്സ് നമുക്കൊരു പേരിന് പഠിക്കാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 7 മാർക്കിനാണ് മാത്സിന്റെ വെയിറ്റേജ് വരുന്നത്. സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ്, ഫാക്ടോറിയൽ നമ്പേഴ്സ്, പ്രോഗ്രഷൻ, ട്രിഗ്നോമെട്രി, കോണിക്, വെക്ടർ, ഡെറിവേറ്റീവ്സ്, സ്ട്രെയിറ്റ് ലൈൻ എന്നിങ്ങനെയുള്ള പോർഷൻസ് ആണ് മാത്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. 7 മാർക്കിന്റെ വെയിറ്റേജ് ആണുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ടുള്ള പോർഷൻസ്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിനൊക്കെ ഓൾറെഡി പഠിച്ചവരുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻസിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഈസി പോർഷൻസ് നോക്കി പഠിക്കുക. മാത്സ് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു സ്റ്റഡി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2-2.5 മാസം കൊണ്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2 കോഴ്സിനും, അതായത് മൈക്രോബയോളജിസ്റ്റിനും ലാബ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാണ്. 28-ാം തീയതിയാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയ ഒരു സ്റ്റഡി സപ്പോർട്ട് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഏതാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓറിയന്റ് ചെയ്ത് തരുന്നതായിരിക്കും. റിവിഷൻസ് ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ റിവിഷൻ ടെസ്റ്റുകളും. നമ്മുടെ മൊഡ്യൂൾസിനനുസരിച്ചായിരിക്കും റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുക. ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങളെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷനെ സെൽഫ് അനാലിസിസ് ചെയ്യാനായിട്ട് കൂടെ നമ്മൾ റിവിഷൻ ടെസ്റ്റുകളും ക്വിസുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 9995264596 എന്നുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. ഡിഫറെന്റ് പ്ലാൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് വാട്സാപ്പ് ചെയ്യാനായിട്ടും ചോദിച്ചറിയാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.